ഹലോ, ഇപ്പം ഞാൻ നിൽക്കുന്നത് നമ്മുടെ എനർജി സിസ്റ്റം ലാബിലാണ്. ഇവിടെ സോളാർ വാട്ടർ ഹീറ്ററിൻ്റെ എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുക കേട്ടോ. സോ ആർട്ടിഫിഷ്യൽ സോളാർ ലൈറ്റൊക്കെ കൊടുത്തിട്ട് നമ്മുടെ ഹാലജൻ ലൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. വാട്ടർ ഹീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് പറഞ്ഞുതരാം. ഇതിൻ്റെ മെയിൻ പ്രൊസീജിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വാട്ടർ ഹീറ്റാവുന്ന സമയത്ത് ആ ഹീറ്റാവുന്ന വാട്ടറിൻ്റെ ഡെൻസിറ്റി കുറയുകയും ആ വാട്ടർ എന്ത് ചെയ്യും, തണുത്ത വെള്ളത്തിൻ്റെ മുകളിലേക്ക് വന്ന് നിൽക്കും. അങ്ങനെ അവിടെ ആ ഒരു ടാങ്കിൽ തന്നെ, അതായത് ഈ കാണുന്ന മിഡിലുള്ള ടാങ്കിലെ ഇതിൽ തന്നെ എന്ത് ചെയ്യും, ഹീറ്റായിട്ടുള്ള വാട്ടർ മുകളിലും തണുത്ത വാട്ടർ താഴെയും വന്ന് സെപ്പറേറ്റ് ആയിട്ട് നിൽക്കും. ഇതാണ് അതിൻ്റെ മെയിൻ പ്രൊസീജിയർ. പിന്നെ അതെന്ത് ചെയ്യും, ഇതിൽ കാണുന്ന ഈ ഒരു ഫ്ലോ ഉണ്ടല്ലോ അത് നാച്ചുറലായിട്ട് സംഭവിക്കും. ലൈക്ക് നാച്ചുറൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് വഴി അത് ഒഴുകിയിട്ട് മുകളിലേക്ക് സ്റ്റോർ ആവുന്ന പരിപാടി നടക്കും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ബേസിക് ഐഡിയ എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് വേണ്ട റീഡിങ്സ് എന്ത് ചെയ്യാം, ഇതിൽ വെച്ചിട്ട് റീഡിങ്സ് എടുക്കുകയും ചെയ്യാം. ഈ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്യും, നമ്മുടെ ഈ ഹാലജൻ ലൈറ്റും കാര്യങ്ങളൊക്കെ നമ്മുടെ എന്ത് ചെയ്യും, പ്ലഗ് ഇൻ ചെയ്ത് ഓൺ ചെയ്ത് വെക്കും. കാരണം അത് ചൂടാവണമല്ലോ. ദെൻ ഈ ഒരു നമ്മുടെ വാട്ടർ ഇൻലെറ്റ് ഓപ്പൺ ചെയ്തിട്ട് വാട്ടർ എന്ത് ചെയ്യും, നമ്മുടെ കോൾഡ് വാട്ടർ നമുക്ക് 3 ടാങ്കുണ്ട്. കോൾഡ് വാട്ടർ 1 താഴെ, 2 മേളിൽ, 3 ഇത് ഹോട്ട് വാട്ടർ ടാങ്കാണ്. സോ ഫസ്റ്റ് എന്ത് ചെയ്യും, നമ്മുടെ ഈ ഒരു കോൾഡ് വാട്ടർ ടാങ്ക് 1ൽ ഫില്ലാവും. അത് ഫില്ലായി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ ചെക്ക് ചെയ്യും കേട്ടോ, ഇത് ഫില്ലായോ ഇല്ലയോ എന്ന്. നമുക്ക് ഔട്ടിൽ വാട്ടർ വരുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും അത് ഫില്ലായി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു വാൾവ് 1 കണ്ടോ അവിടെ, അവിടെ ആ വാൾവ് 1 ഓപ്പൺ ചെയ്ത് കൊടുക്കും. അത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് വാൾവ് 2 എന്ത് ചെയ്യും, ഇതാണ് വാൾവ് 2. ഈ വാൾവ് 2ഉം ഓപ്പൺ ചെയ്തിട്ട് പിന്നെ നമ്മുടെ മോട്ടർ കണ്ടോ, ഈ മോട്ടർ നമ്മൾ ഓൺ ചെയ്യുന്ന സമയത്ത് വാട്ടർ എന്ത് ചെയ്യും, പമ്പ് ചെയ്തിട്ട് കോൾഡ് വാട്ടർ 2 ടാങ്കിലേക്ക് വരും. അവിടെ അത് ഫില്ലായി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ഈ വാൾവ് 4ഉം ഓപ്പൺ ചെയ്ത് കൊടുക്കും. വാൾവ് 4 ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഈ നമ്മുടെ കോൾഡ് വാട്ടർ ടാങ്ക് 2ന്ന് വാട്ടർ എന്ത് ചെയ്യും, ഫ്ലോ ചെയ്തിട്ട് നമ്മുടെ കലക്ടറിലേക്ക്, ഇതാട്ടോ കലക്ടർ, ഈ കലക്ടറിലേക്ക് വാട്ടർ ഫ്ലോ വന്നിട്ട് അത് എന്ത് ചെയ്യും, സർക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ആ വാട്ടർ ഹോട്ടാവും. ആ വാട്ടർ ഹോട്ടായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും, ഇവിടെയുള്ള ഈ വാൾവ് 3 കണ്ടോ, ഈ വാൾവ് 3 ഓപ്പൺ ചെയ്തിട്ട് ആ വാട്ടർ എന്ത് ചെയ്യും, നമ്മുടെ ഹോട്ട് വാട്ടർ ടാങ്കിലേക്ക് കളക്ട് ചെയ്യും. അപ്പോൾ ഈ ഹോട്ട് വാട്ടർ ടാങ്കിലേക്ക് കളക്ട് ആയി കഴിഞ്ഞാൽ പിന്നെ നടക്കുന്നത് കളക്ടറിൽ കൂടെ നാച്ചുറൽ ഫ്ലോ വഴി നമുക്ക് എന്ത് ചെയ്യും, ഹോട്ട് വാട്ടർ ഈ ടാങ്കിലേക്ക് വരും. അപ്പം അതിലെ ഡെൻസിറ്റി വേരിയേഷൻ കാരണം വാട്ടർ എന്ത് ചെയ്യും, ഹോട്ട് വാട്ടറിൻ്റെ ഡെൻസിറ്റി കുറവല്ലേ, സോ ആ ഹോട്ടായിട്ടുള്ള വാട്ടർ മുകളിൽ നിൽക്കും, കോൾഡായിട്ടുള്ള വാട്ടർ താഴെ വരും. ആ താഴെ വരുന്ന കോൾഡ് വാട്ടർ എന്ത് ചെയ്യും, വീണ്ടും നമ്മുടെ ആ ഒരു പൈപ്പ് ലൈനിൽ കൂടെ എന്ത് ചെയ്യും, നമ്മുടെ കളക്ടറിലേക്ക് വന്നിട്ട് കളക്ടറിൽ നിന്ന് അത് വീണ്ടും സർക്കുലേറ്റ് ചെയ്ത് ചൂടായിട്ട് ഹോട്ട് വാട്ടർ ടാങ്കിലേക്ക് ശേഖരിച്ച് വെക്കാം. ദെൻ നമുക്കിവിടെ ഔട്ട്ലെറ്റ് ഉണ്ട്. ഈ ഒരു ഔട്ട്ലെറ്റ് വഴി നമുക്ക് എന്ത് ചെയ്യാം, ഹോട്ട് വാട്ടർ എടുക്കാം. ആൻഡ് റീഡിങ്സ് നമുക്ക് ഇവിടെ നിന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പം സോളാർ വാട്ടർ ഹീറ്ററിൻ്റെ ബേസിക് ഐഡിയ നിങ്ങൾക്കൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.